ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ കേസ് ചാനൽ. ഒരു 1/4 കപ്പ് പൊരികടല എടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. ഒരു ബൗളിൽ 2 സ്പൂൺ കടലപ്പരിപ്പ് എടുത്ത് അത് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു മിക്സി ജാറിലേക്ക് 2 സ്പൂൺ ജീരകം, 4-5 ചുവന്ന മുളക്, നിങ്ങൾക്ക് എരിവിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. കറിവേപ്പില, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഓക്കെ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഫൈൻ പേസ്റ്റൊന്നും ആവണ്ട. ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, അത് ഓപ്ഷനിലാണ്, ഓക്കെ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകം, മുളകില്ലേ, അതിനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കണ്ട. പിന്നെ നമ്മളിതാ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെണ്ണ, ഓക്കെ. പിന്നെ ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച്, ഒരുപാട് ലൂസാവരുത്, നമുക്ക് സംഗതി വേസ്റ്റാവും. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ലോണം കുഴയ്ക്കുക. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കണ പോലെ നല്ലോണം കുഴയ്ക്കുക കേട്ടോ. കുഴച്ചിട്ട് മാവ് ഇതായി ഇതിലാവുമ്പോൾ നമ്മൾ 1 സ്പൂൺ കായം കൂടി ഇടണം കേട്ടോ. ഞാനത് ആദ്യമേ ഇടേണ്ടതായിരുന്നു, ഞാനും മറന്നിട്ടാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്, ഓക്കെ. സോ എല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. വെണ്ണ ഇല്ലാത്തവർക്ക് എണ്ണ ഇടാം, ഓക്കെ. നമുക്ക് ഓപ്ഷണൽ, വെണ്ണ കമ്പൽസറി അല്ല, ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ഉണ്ടാവും, അതറിയുമല്ലോ എല്ലാവർക്കും. എന്നിട്ട് ഇതുപോലെ നമുക്ക് പരത്താൻ പറ്റണം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ മാവ്, ഓക്കെ. നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് തട്ടവടയാണ് കേട്ടോ, ഓക്കെ. ഒരു ഉരുള മാവ് എടുത്ത ശേഷം അതിന് 2 ഇല കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്, അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് കേട്ടോ. ഇതതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഇല ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ റൗണ്ടായി എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി അതുപോലെ പകലെ കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇപ്പോൾ 2 എണ്ണം തട്ടി വെച്ചിട്ടുണ്ട് തട്ടവട. എന്നിട്ട് അതിനെ എടുത്തിട്ട് ഇലയിൽ നിന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. സോ ഇപ്പോൾ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വല്ല പ്ലേറ്റിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ തട്ടിയാൽ മതി. അല്ല കയ്യിൽ പറ്റണവർക്ക് കയ്യിൽ ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടെങ്കിൽ പാൽ കവറോ അങ്ങനെ വല്ലതും അതിൽ തട്ടി നമുക്ക് കയ്യിലെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അത് പല വിധത്തിലും ഉണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് ചെയ്യണ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ഓക്കെ. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആരുടെയും കമൻസോ ഒന്നും കാണാനില്ല, പക്ഷേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങളും കൂടി ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ, ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് അതിനെ ഇടയിൽ കൂടെ ഒന്ന് മറിച്ചിടണം കേട്ടോ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു അടിപൊളി നമുക്ക് തട്ടവട ഇവിടെ തയ്യാറാണ് കേട്ടോ. വീണ്ടും നമുക്ക് അതേ പ്രോസസ്സ് നമ്മൾ തട്ടിയ ശേഷം ഇതുപോലെ എണ്ണയിലിട്ട് എടുക്കുകയാണ്. വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ, എടുക്കുക, ഓക്കെ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ അടിപൊളി തട്ടവട ഉണ്ടാക്കിയെടുക്കുക. സോ എല്ലാവരും ട്രൈ ചെയ്യൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.